Hello dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിലെ അഡീഷന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ അഡീഷന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ ലോ ആണ്. അതായത് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഞാൻ പറയാണ്, z1 ഈക്വൽ ടു 1 പ്ലസ് 2i, z2 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 4i. ഞാൻ z1 പ്ലസ് z2 കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 1 പ്ലസ് 3 4, 2i പ്ലസ് 4i 6i, 4 പ്ലസ് 6i അല്ലേ? അപ്പോൾ ഇത് നോക്കൂ, രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് എന്താ? വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ക്ലോഷർ ലോ പറയുന്നത് അതാണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ z1 z2 ഉണ്ടെങ്കിൽ z1 പ്ലസ് z2 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അതാണ് ക്ലോഷർ ലോ. അടുത്ത് പറയാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ z1 പ്ലസ് z2 കണ്ടപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 4 പ്ലസ് 6i. ഇനി ഞാൻ തിരിച്ച് z2 പ്ലസ് z1 കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? 3 പ്ലസ് 1 4, 4i പ്ലസ് 2i 6i. ഇവിടെ നോക്കൂ, z1 പ്ലസ് z2 കണ്ടാലും z2 പ്ലസ് z1 കണ്ടാലും രണ്ടും എന്താണ്? സെയിം ആൻസർ ആണ്. അപ്പൊ അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സിനെ ഏത് രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും, ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, ഏത് രീതിയിൽ ആഡ് ചെയ്താലും ഈക്വൽ ആയിട്ടാണ് വരിക. ഇനി അസോസിയേറ്റീവ് ലോ. എന്താണ് അസോസിയേറ്റീവ് ലോ? അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് മൂന്ന് കോംപ്ലക്സ് നമ്പർ ഉണ്ട് എന്ന് വെക്കുക. ഒരു z3 കൂടി ഞാൻ പറയാണ്, 2 പ്ലസ് 2i. ഒരു z3 കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നിനെ എനിക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? അറ്റ് എ ടൈം നമുക്ക് രണ്ടാളല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഇവരെ രണ്ട് രീതിയിലും ആഡ് ചെയ്യാം. ഒന്നെന്താ, z1 z2 ആഡ് ചെയ്തിട്ട് അതിലേക്ക് z3 ആഡ് ചെയ്യാം അല്ലെ? ഇതെങ്ങനെ വരും? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ z1 പ്ലസ് z2 പ്ലസ് z3 ഈസ് ഈക്വൽ ടു, ഇത് ഓൾറെഡി z1 പ്ലസ് z2 ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 പ്ലസ് 6i. ഇനി അതിലേക്ക് z3 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 4 പ്ലസ് 2 6, 6i പ്ലസ് 2i 8i എന്ന് വരും. ശരിയല്ലേ? അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? z1 അവിടെ വെച്ചിട്ട് ആദ്യം z2ഉം z3യും ആഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യാം? z1 ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ z2ഉം z3 ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും, z2 പ്ലസ് z3 ഈസ് ഈക്വൽ ടു 3, z2 ഇതാണ്, z3 ഇതാണ്. അപ്പോൾ 3 പ്ലസ് 2 5, 4i പ്ലസ് 2i 6i. അപ്പോൾ 5 പ്ലസ് 6i എന്ന് വന്നു അല്ലെ? എന്നിട്ട് ഇതിലേക്ക് എന്താ ആഡ് ചെയ്യണം? z1 ആഡ് ചെയ്യണം. അപ്പോൾ z1 പ്ലസ് z2 പ്ലസ് z3 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിലേക്ക് z1 ആഡ് ചെയ്താൽ z1 ഇതാണ്, ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 5 6, 2i പ്ലസ് 6i 8i. ഇവിടെ നോക്കൂ, ഇതും 6 പ്ലസ് 8i, ഇതും 6 പ്ലസ് 8i. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം? മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? z1 പ്ലസ് z2 പ്ലസ് z3, അതായത് ആദ്യം z1 z2 ആഡ് ചെയ്ത് z3 ആഡ് ചെയ്താലും, അല്ലെങ്കിൽ z2 z3 ആഡ് ചെയ്ത് z1 ആഡ് ചെയ്താലും സെയിം ആൻസർ ആ വരും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന പ്രോപ്പർട്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, z ഈക്വൽ ടു 2 പ്ലസ് 3i. ഇതിലോട്ട് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്? 0 പ്ലസ് 0i എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ z പ്ലസ് 0 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 പ്ലസ് 0 2 ആണ്, 3i പ്ലസ് 0i 3i ആണ്. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ, അതിൽ ഒരു കോംപ്ലക്സ് നമ്പർ 0 ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താണ് ആഡ് ചെയ്ത് അത് തന്നെ കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയത് എന്താ? z തന്നെയാണ് അല്ലെ? z പ്ലസ് 0 ആഡ് ചെയ്തപ്പോൾ z കിട്ടി അല്ലെ? ഇനി അതേപോലെ തിരിച്ച് 0 പ്ലസ് z ആഡ് ചെയ്താലും z തന്നെ കിട്ടും. അപ്പൊ ഇവിടെ 0ന്റെ ഒരു പ്രത്യേകതയാണ്, 0 ഏതൊരു കോംപ്ലക്സ് നമ്പറിനോട് കൂടി ആഡ് ചെയ്താലും അതേ കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. അതുകൊണ്ട് നമുക്ക് 0ന് എന്ത് പറയാൻ പറ്റും? ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റും. ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, ആ ഓപ്പറേഷൻ ഈ ഐഡന്റിറ്റി ആയിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആദ്യത്തെ വാല്യൂ തന്നെ ആയിരിക്കും, വാല്യൂയിൽ മാറ്റുന്നുണ്ടാവില്ല. അതാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടണം. അപ്പൊ ഇവിടെ z പ്ലസ് 0 ഈക്വൽ ടു z നമുക്ക് പറയാം. ഇത് തിരിച്ചു കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തിരിച്ചും പറയാം, 0 പ്ലസ് z ചെയ്താൽ z ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 0നെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ ഒരു അഡീഷൻ എന്ന ഓപ്പറേഷൻ എന്തുണ്ട്? അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. ഇനി അടുത്തത് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, അഡീഷന്റെ ഇൻവേഴ്സ്. അപ്പോൾ എന്താണ് ഇൻവേഴ്സ്? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, ഒരു കോംപ്ലക്സ് നമ്പറിനോട് കൂടിയിട്ട് വേറൊരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ
ആ കോംപ്ലക്സ് നമ്പർ, ആ ആഡ് ചെയ്ത കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കാം, 2 + 3i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതിന്റെ കൂടെ -2 - 3i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 - 2 0, 3 - 3 0 ആയി അല്ലെ, അഥവാ ഫൈനൽ ആൻസർ 0 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നമ്പറിനോട് കൂടി ഈ ഒരു കോംപ്ലക്സ് നമ്പർ കൂട്ടിയപ്പോൾ ഐഡന്റിറ്റി കിട്ടി. 0 എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഐഡന്റിറ്റി കിട്ടി. അതിനർത്ഥം എന്താ? ഈ കോംപ്ലക്സ് നമ്പർ എന്താണ്? ഇൻവേഴ്സ് ആണ്. ആരുടെ ഇൻവേഴ്സ് ആണ്? ഇയാളുടെ ഇൻവേഴ്സ് ആണ് അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടൂലേ, അഥവാ ഇതെന്താണ്? -z ആണ്. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെയും അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? z+ ഒരു കോംപ്ലക്സ് നമ്പറിനോട് കൂടി -z എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടി. അതിനർത്ഥം എന്താണ്? -z z-ന്റെ ഇൻവേഴ്സ് ആണ്, അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് നമുക്ക്, നമ്മൾ ഇപ്പൊ പറയുന്ന അഡിറ്റീവ് ഇൻവേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ എനിക്ക് -z-ന് എന്ത് പറയാം? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഇൻവേഴ്സ് എന്ന കൺസെപ്റ്റ് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിനോട് കൂടിയിട്ട് വേറൊരു കോംപ്ലക്സ് നമ്പർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഐഡന്റിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പറിന് പറയുന്ന പേരാണ് എന്ത്? ഇൻവേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇവിടെ അഡീഷന്റെ ഇൻവേഴ്സ് ആരാണ്? -z ആണ്. ഇത്രയാണ് അഡീഷന്റെ പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.